ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ട്രാവൽ ഹിസ്റ്ററീസ് ബൈ ഗാല. ഇന്നത്തെ നമ്മുടെ യാത്ര ഇരുമ്പകച്ചോലയാണ്. ഇരുമ്പകച്ചോലയുടെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് വളരെ അധികം കേട്ടിട്ടുണ്ട്. അതൊന്ന് കാണാൻ നമുക്കൊന്ന് അങ്ങോട്ട് പോകാം. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ ഡാമിനോട് ചേർന്നുള്ള അതിമനോഹരമായ ഒരു കൊച്ചു ഗ്രാമമാണ് ഇരുമ്പകച്ചോല. 3 ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട ഈ താഴ്വാര ഗ്രാമം കാപ്പി, കൊക്കോ തോട്ടങ്ങളുടെ മേഖല കൂടിയാണ്. ഇരുമ്പകച്ചോലയുടെ ഏറ്റവും വലിയ പ്രത്യേകത കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ സംഭരണി തന്നെയാണ്. ചുറ്റിലും നമ്മൾ കാണുന്നത് വാക്കാടൻ മലയാണ്. വാക്കാടൻ മലയുടെ ഭാഗങ്ങളാണ്. അതങ്ങനെ ചുറ്റുപാടുമായി നിൽക്കുന്നു. ഡാം സംഭരണിയിലേക്ക് പ്രവേശിക്കാൻ 3-4 വഴികളുണ്ട്. അതിലെ ഏറ്റവും പിന്നിലുള്ള വഴിയിലൂടെയാണ് നമ്മൾ ഡാം സംഭരണിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. സംഭരണിയിലേക്ക് വാഹനങ്ങളുടെ ചക്രമുരുണ്ട വഴിയെ നമ്മളും പതിയെ അങ്ങനെ സഞ്ചരിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങ് ദൂരെ കാണുന്ന ആ മലയില്ലേ, അത് നമുക്ക് ഡാമിൽ നിന്ന് ദൃശ്യമാകുന്ന വാക്കാടൻ മലയുടെ ഭാഗമാണ്. വാക്കാടൻ മലയുടെ ദൃശ്യഭംഗി ഇവിടെ നിന്ന് വളരെ വ്യത്യസ്തമായാണ് നമുക്ക് ദർശിക്കാനാവുക. ഈ ഡാം സൈറ്റിൽ നിന്നും ചുറ്റിലും നോക്കിയാലും മലയാണ്. അതിൻ്റെ പ്രകൃതി ഭംഗി വിവരണാതീതമാണ്. കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ചുറ്റുപാടും കാണുന്ന ഈ മലകളെല്ലാം കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമാണ്. ഇവിടെ ലഭ്യമാകുന്ന മഴയ്ക്കനുസരിച്ചാണ് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ ജലലഭ്യത കൂടുന്നതും കുറയുന്നതും. മഴയോട് ചേർന്നുള്ള വേനൽക്കാലമായതിനാലാണ് ഡാമിൻ്റെ ഈ സംഭരണി പ്രദേശത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നത്. ഏകദേശം 1 കിലോമീറ്റർ കൂടുതലായി നമുക്ക് വേനൽക്കാലത്ത് ഈ സംഭരണിയിലേക്ക് വരാവുന്നതാണ്. വേനൽക്കാലത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചത് കാരണം കൊണ്ട് ഡാമിൽ ജലലഭ്യത വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ദൂരം താണ്ടി ഇവിടെ വെള്ളത്തിന് തൊട്ടടുത്ത് എത്താൻ തന്നെ കഴിഞ്ഞു. ഇവിടെ നിന്നും ദൃശ്യമാകുന്ന പ്രകൃതി ഭംഗി തന്നെയാണ് നമ്മുടെ ഹൃദയം കവരുക. നമുക്ക് ചുറ്റിലും നമ്മൾ കാണുന്നത് അമ്പരചുംബിയായ പർവ്വതങ്ങളാണ്. പച്ചപ്പ് നിറഞ്ഞ മേഘങ്ങളെ തൊട്ട് തലോടിക്കൊണ്ടിരിക്കുന്ന വലിയ പർവ്വതങ്ങൾ. നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മലകൾ അങ്ങനെ മേഘങ്ങളെ തൊട്ടും തലോടിയും അങ്ങനെ നിൽക്കുന്നു. ആ വലിയ മലകളിൽ നിന്ന് പച്ചപ്പ് ഒഴുകിയിറങ്ങിയതുപോലെ നമുക്ക് തോന്നാം. മലമുകളിൽ നിന്ന് താഴേക്കിറങ്ങിയ ഈ പച്ചപ്പ് ഏതൊരു സഞ്ചാരിയുടെയും ഹൃദയം കവരുന്നതാണ്. മുൻപ് പറഞ്ഞല്ലോ, കാഞ്ഞിരപ്പുഴ ഡാം സൈറ്റിലേക്ക് പ്രവേശിക്കാൻ ഒരുപാട് വഴികളുണ്ടെന്ന്. അതിലെ ഓരോ വഴികളിലൂടെ ഇറങ്ങിയാലും വ്യത്യസ്തമായ കാഴ്ചകളാണ് നമ്മളെ വരവേൽക്കാൻ നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ വഴികളിലൂടെയും പ്രവേശിച്ച് ഈ പ്രകൃതി ഭംഗി മാക്സിമം ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ നാട്ടിലും ആ നാടിന് ഭംഗി നൽകുന്ന എന്തെങ്കിലും ഒന്നുണ്ടാകും. ഈ നാടിന് ഇതുണ്ട്, ഇരുമ്പകച്ചോല.